ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗ്വി ചാനൽ. മോഹൻലാൽ നായകനായി ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന ദൃശ്യം 3യുടെ ട്രെയിലർ അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. ആശീർവാദ് സിനിമാസ് ആണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. മീന, മുരളി ഗോപി, എസ്തർ അനിൽ, അങ്ങനെ പലരും ഉണ്ട്. നിങ്ങൾക്കറിയാം ദൃശ്യം ഫ്രാഞ്ചൈസിന്റെ ആ ഒരു ദൃശ്യം 3യുടെ ട്രെയിലർ നമുക്ക് കാണാം. വാ, യൂസ് ഹെഡ്ഫോൺസ്. നിങ്ങൾ എല്ലാവരും ഒരു റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യും. വക്കീൽ 12th മാനാ. ഈ സൊസൈറ്റിയിലെ നല്ലൊരു ശതമാനം ആളുകൾക്ക് ഈ കേസിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നന്നായിട്ട് അറിയാം. സത്യം, അതിന് സംശയമൊന്നും വേണ്ട. പെൻ സ്റ്റുഡിയോസ്, പനോരമ സ്റ്റുഡിയോസ്, ആശീർവാദ് സിനിമാസ്. ഓ, ആ ഷോട്ട് കൊള്ളാം കേട്ടോ. ആളെ കത്തിച്ചതായിരിക്കും കുറിപ്പിലുള്ളതുപോലെ. മോഹൻലാൽ, മീന. പ്രശ്നങ്ങളൊക്കെ തീർന്നു, ഇനി പേടിക്കാനൊന്നുമില്ലെന്ന്. ഓണസ്റ്റ്ലി പടം കുറച്ച് മോഡേൺ, അതായത് സ്ഥലങ്ങൾ ഒരു മോഡേൺ ആയ പോലെ, കുറച്ചുകൂടെ വൃത്തി കൂടിയ പോലെ, കുറച്ചുകൂടെ വലിയ വീടുകളായ പോലെ, ഒരു ഡ്രസ്സിങ് സെൻസും കാര്യങ്ങളൊക്കെ കൂടി, അങ്ങനെ ഒരു ഫീല് പേഴ്സണൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് തുടക്കത്തിൽ തന്നെ. എല്ലാവരും ചിലപ്പം കാലത്തിനനുസരിച്ച് മാറുന്നില്ലേ, കാശുകാരായി അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ ആയിരിക്കും. പക്ഷെ പുതിയ ആൾക്കാരൊക്കെ ഉണ്ട് സിനിമയിൽ. പോലീസിന്റെ രീതികൾ മുൻകൂട്ടി കണ്ട് കളിക്കുന്ന ഒരാളാണ് ഗണേഷ് കുമാർ. അപ്പോ പോലീസുകാരും അയാളുടെ ഒരു ഫാനാണ്. പോലീസുകാരും അയാളുടെ ഒരു ഫാനാണ്. ജോർജ് കുട്ടി ആളൊരു കുറുക്കനാണ്. വീണ്ടും തുടക്കത്തിലിരുന്ന പുതിയവന്റെ ഒരു മന്നം നടന്നു. അവരോട് പറയാൻ പറ്റാതെ അവരെ രക്ഷിക്കാനാണെങ്കിൽ ഇനിയിപ്പം ലാലേട്ടൻ പുതിയ ആരെങ്കിലും കൊന്നോന്ന് പറഞ്ഞു. കാരണം തുടക്കത്തിൽ ഒരു അതിനിപ്പം അടുക്കളയിലെ പുകയാണെന്ന് അറിഞ്ഞൂടെ, അങ്ങനെ ഒരു പുക വന്നൊരു സീന് കാണിക്കുന്നുണ്ട്. അത് ഇനി അവിടെ വല്ല കത്തിക്കുന്നതാണെന്ന് കണ്ടിന്നെ അറിയണം. ഒരു കുഴി തോണ്ടുന്ന സീനും കാണിക്കുന്നുണ്ട്. കുഴി തോണ്ടുന്നില്ല, ഇങ്ങനെ നിൽക്കുന്നത്. അപ്പൊ ഇനി ആരെങ്കിലും കൊന്നെന്ന് അറിഞ്ഞൂടാ, ഇനി ആരെങ്കിലും മതിൽ ചാടി വന്നൊന്നും അറിഞ്ഞൂടാ. ഞാൻ ഈ ചെയ്ത കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവരുടെ അച്ഛനൊരു ക്രിമിനലാണ് എന്നൊരു തോന്നലുണ്ടായാൽ വക്കീലുകളും അവരങ്ങനെയൊന്നും ചിന്തിക്കില്ല. ഞാൻ തന്നെ അങ്ങനെ ചിന്തിച്ചു തുടങ്ങി. ഞാൻ തന്നെ അങ്ങനെ ചിന്തിക്കും. ഓ മൈ. സർ, ഇപ്പോഴല്ല നമ്മുടെ പ്രസക്തി. മീഡിയ ഇൻവെസ്റ്റിഗേഷനിലൂടെ ജീവൻ വെച്ച് തെളിയിക്കപ്പെട്ട എന്തോരം അത് മറ്റേ കള്ളനല്ലേ സിനിമയിലെ ദൃശ്യം 2-ല്. സൂചന തരാൻ I want his full file on my desk as soon as possible. ആന്റണി. ദൃശ്യം 3 ഇനി അങ്ങനെയൊന്നും ചിന്തിക്കണ്ട, എല്ലാം കഴിഞ്ഞില്ലേ. കഴിഞ്ഞു. ടു ബി ഓണസ്റ്റ്, ടീസറിനേക്കാളും ട്രെയിലർ കിടുവായിട്ടുണ്ട്. ലാലേട്ടൻ അഭിനയിച്ച് തകർക്കുമെന്ന് തന്നെയാണ് തോന്നുന്നത്. ലാലേട്ടൻ ആ ഒരു മുഖഭാവങ്ങൾ, സംസാരങ്ങൾ, ഇടറുന്ന ആ വാക്കുകൾ എല്ലാം ഒന്ന് കാണാനുള്ള ഒരു പ്രേരണ നൽകുന്നുണ്ട് സത്യം പറഞ്ഞാൽ. അവസാനം വരുന്ന ആ BGM-ഉം ഒരു ആ ഒരു സീനിനെ ഇൻറ്റൻസ് ചെയ്യുന്ന രീതിയിൽ ത്രില്ലിംഗ് ആകുന്നുണ്ട്. ആൻഡ് സസ്പീഷ്യസ് ആയിട്ടും മിസ്റ്റീരിയസ് ആയിട്ടും കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ആരെങ്കിലും മരിച്ചോ അല്ലെങ്കിൽ ആരെങ്കിലും ഇതുപോലെ വരണ പോലെ മുമ്പ് കൊന്നോ എന്നുള്ളത് ഇനി കണ്ടു തന്നെ അറിയണം. ആൻഡ് ഇതിനു മുമ്പ് ഗണേഷ് കുമാർ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത് ഇത് തീരുന്നില്ല, ഇനിയും ഈ പുള്ളിയെ പോലീസ് പിടിക്കുന്നില്ല, പുള്ളി വീണ്ടും പോലീസിനെ പറ്റിക്കുന്നുണ്ട്, പോലീസിനെ രക്ഷപ്പെടുന്നുണ്ട്, ദൃശ്യം 4 വരാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അതിന് ദൃശ്യം 3 കണ്ടതിന് ശേഷം മനസ്സിലാവും. ആൻഡ് അപ്പാർട്ട് ഫ്രം ദാറ്റ് കുറച്ച് പടത്തിന്റെ സ്കെയിൽ കുറച്ച് മാറിയിട്ടുണ്ട്. ബട്ട് സ്റ്റോറി വൈസ് നോക്കുമ്പോൾ ആ ഒരു സാധനങ്ങൾ തന്നെ വരാനാണ് സാധ്യത കൂടുതൽ. ഇനി എനിക്ക് തോന്നുന്നു ഇനി ഒരാളെ കൊല്ലണം, അല്ലെങ്കിൽ പക്ക ഒരു ടിസ്റ്റും കാര്യം ചില പറയാൻ പറ്റില്ല. ദൃശ്യം ഫ്രാഞ്ചൈസ് ആയതുകൊണ്ട് ജിത്തു ജോസഫിന്റെ ഒരു മറിമായം പോലത്തെ ഒരു കിടിലൻ സാധനം മനസ്സിൽ വന്ന് ആ ഒരു സാധനം വെച്ച് ചെയ്യുവാണെങ്കിലും ചെയ്ത് ഫലിപ്പിക്കാൻ പറ്റുമായിരിക്കും. അതിനി കണ്ടാൽ തന്നെ മനസ്സിലാവും. ബട്ട് ഇപ്പൊ ട്രെയിലർ കൊള്ളാം, ലുക്ക് പ്രൊമിസിങ്, കാണാനിലൊക്കെ കൊള്ളാം. ഒരു നല്ലൊരു ഗംഭീര ട്രെയിലർ തന്നെയാണ്. ആൻഡ് ലാലേട്ടൻ ആ ഒരു പ്രകടനം തന്നെ കഴിഞ്ഞു. അല്ലെങ്കിൽ എനിക്ക് തന്നെ പേടിയാവുന്നു, എന്നെ കണ്ട് ക്രിമിനൽ ആണോ എന്നുള്ള. അപ്പോൾ സംതിങ് ഫിഷി. ലാലേട്ടൻ വീണ്ടും ആരെയും എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അത് വീട്ടുകാർക്ക് അറിഞ്ഞുകൂടാ. അത് എന്തായാലും ഒബിയസ്ലി ഉള്ളതാണ്, അത് വീട്ടുകാർ അറിയാതെ ആയിരിക്കും ചെയ്യുന്നതുള്ള. ആൻഡ് മൊത്തത്തിൽ ഇപ്പോൾ ഒരു പ്രതീക്ഷ ചെറുതായിട്ട് വരുന്നുണ്ട് ടു ബി ഓണസ്റ്റ്. കാരണം കണ്ടപ്പോൾ കൊള്ളാം. ലാലേട്ടൻ്റെ ആ ഒരു എന്താ പറയുക, വേഷപ്പകർച്ചയല്ല, ആ ഒരു പ്രകടനം നല്ല രീതിക്ക് വരുമെന്ന് ഉറപ്പ് തന്നെയാണ്. കാരണം ലാലേട്ടൻ കാണുമ്പോഴും ലാലേട്ടൻ ആ ഒരു പഴയ ആ ഒരു തോന്നൽ. കാരണം മുമ്പ് ദൃശ്യം 2 OTT കണ്ടതുകൊണ്ടാണെന്ന് പറഞ്ഞുകൂടാ, അത് കൊള്ളാമായിരുന്നു, നല്ലൊരു പടം തന്നെയായിരുന്നു. ബട്ട്
അപ്പാർട്ട് ഫ്രം ദാറ്റ് അത് കഴിഞ്ഞുള്ള റിവ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നത് സീരിയൽ ലെവലായിരുന്നു, ഉറങ്ങിപ്പോയി എന്നൊക്കെ ഉള്ളതൊക്കെ ആയിരുന്നു. അപ്പോൾ ഇത് തിയേറ്ററിൽ വരുമ്പോൾ എങ്ങനെ അത് പ്രസന്റ് ആകുന്നു, അല്ലെങ്കിൽ ആൾക്കാർക്ക് അത് എങ്ങനെ പ്രസൻസ് ഫീൽ ചെയ്യുന്നുള്ളത് തീർച്ചയായിട്ടും ഒരു അത്യാവശ്യ ഘടകം തന്നെയാണ്. അപ്പോൾ ഇതെന്ത് തന്നെയാണ്, മെയ് 21 ലാലേട്ടൻ്റെ പിറന്നാൾ അന്നിനാണ് സിനിമ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഡബിൾ ട്രിപ്പിൾ കൊണ്ടാട്ടാവാനാണ് സാധ്യത കൂടുതൽ. എന്തായാലും സിനിമ വിജയിക്കട്ടെ. ഒരു നല്ലൊരു കിടിലൻ ട്വിസ്റ്റിങ് കാര്യങ്ങളൊരു കിടിലൻ ഇമ്പാക്റ്റ് വരുന്ന ദൃശ്യം 1-ന്റെയും 2-ന്റെയും ആ ഒരു ഫോഴ്സ് കളയാതെ വരുന്ന ഒരു നല്ലൊരു ഫ്രാഞ്ചൈസിന്റെ തുടക്കമായിട്ടുള്ള ഒരു തുടരുമായിട്ടുള്ള ഒരു സിനിമ തന്നെ വരട്ടെ ദൃശ്യം 3. അപ്പോൾ ട്രെയിലർ കണ്ടിട്ട് ഒരു പ്രതീക്ഷയൊക്കെ വരുന്നുണ്ട്. പ്രത്യേകിച്ച് ലാലേട്ടൻ മിന്നിക്കുമെന്ന് തോന്നുന്നുണ്ട്, ലാലേട്ടൻ ആ പ്രകടനം. ബട്ട് എന്നിരുന്നാലും സത്യം പറഞ്ഞാൽ ആ ലാട്ടിൽ ആ മീശ മാത്രം വെച്ചുള്ള ഒരു ജോർജ് കുട്ടീനെ കാണാൻ കുറച്ചുകൂടെ ഭംഗി കൂടുതലാണ്, എന്തൊക്കെ പറഞ്ഞാലും. അതിൽ വേറെ സംശയമൊന്നുമില്ല. ആൻഡ് കണ്ടറിയാം, മിക്കവാറും പടം കത്താൻ ചാൻസ് കൂടുതലാണ്. കാരണം ലാലേട്ടൻ അമ്മാതിരി ഒരു പ്രകടനം വരാൻ ഒരു സാധ്യത തരുന്നുണ്ട്.